നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച മുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അടിമുടി മാറും. UK പൗരന്മാർക്കും മറ്റു യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള യാത്രികർക്കും പുതിയ എൻട്രി ഓർ എക്സിറ്റ് സിസ്റ്റം നിയമങ്ങൾ ബാധകമാകും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് ഒക്ടോബർ 8-9 തീയതികളിലാണ് കെയറിന്റെ ഇന്ത്യ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. അഭയാർത്ഥികളെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച് ഇറ്റാലിയൻ സഭ. ഇറ്റാലിയൻ മെത്രാൻ സമിതിയുമായി ചേർന്ന് ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി ധാരണയിൽ സ്ഥാപിച്ച മാനുഷിക ഇടനാഴികൾ വഴി എത്യോപ്യയിൽ നിന്നും ഇറ്റലിയിലെത്തിയത് 44 അഭയാർത്ഥികൾ. ബ്രിട്ടീഷ് സൈനിക ഉപഗ്രഹങ്ങളെ റഷ്യ നോട്ടമിട്ടതായി ഗുരുതര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് സൈനിക ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ സ്ഥിരമായി ഗുരുതര ഇടപെടലുകൾ നടത്തുന്നതായി UK സ്പേസ് കമാൻഡ് മേധാവി മേജർ ജനറൽ പോൾ ടെഡ്മാൻ. ഇസ്രയേൽ ഗാസ പ്രദേശത്ത് ബോംബാക്രമണം തുടരുമ്പോഴും ഗാസയിൽ ഒരു സമാധാന കരാറിന് ഞങ്ങൾ വളരെ അടുത്താണ് എന്ന നിലപാടിൽ ഉറച്ച് ട്രംപ്. ഗാസ സിറ്റിയിലെ സൈനിക പ്രചരണം നിർത്താൻ ഇസ്രായേൽ സൈന്യത്തോട് ഉത്തരവിട്ടതായി ഇസ്രയേലി ആർമി റേഡിയോ. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബിംഗ് തുടരുന്നു. പലസ്തീൻ ആക്ഷനെ നിരോധിച്ചതിനെതിരെ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച ലണ്ടൻ 500ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടച്ചുപൂട്ടൽ സംഘർഷത്തിനിടെ വെള്ളിയാഴ്ച US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് മേധാവിയെ പുറത്താക്കി അമേരിക്കൻ നാവികസേന. യൂറോപ്യൻ രാജ്യങ്ങളിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടിനുള്ള വിധിയെഴുത്തു കൂടിയായി കോടീശ്വരനായ മുൻ ജനപ്രിയ പ്രധാനമന്ത്രി ആൻഡ്രജ് ബാബിഷ് ചെക്ക് റിപ്പബ്ലിക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി പ്രാഥമിക ഫലങ്ങൾ. ജാപ്പനീസ് ചരിത്രം തിരുത്തിക്കുറിക്കാനൊരുങ്ങി സനെ തകായിച്ചി. ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എത്തുന്നത്. ഫോട്ടോ പകർത്തിയ ശേഷം രോഗിക്ക് നൽകിയ ബിസ്ക്കറ്റ് തിരികെ വാങ്ങുന്ന BJP നേതാവിന്റെ വീഡിയോ ചർച്ചയാകുന്നു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഭരത് മോഹൻലാലിന് ആദരമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടി മലയാളികൾക്ക് അഭിമാന മുഹൂർത്തമായി. കേരളത്തിൽ കോൾട്രിഫ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവെപ്പിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. അടുത്ത ആഴ്ച മുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ മാറുന്നു. 2025 ഒക്ടോബർ 12 മുതൽ UK പൗരന്മാർക്കും മറ്റു യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള യാത്രികർക്കും പുതിയ എൻട്രി ഓർ എക്സിറ്റ് സിസ്റ്റം നിയമങ്ങൾ ബാധകമാകും. നിലവിലെ പാസ്പോർട്ട് സ്റ്റാമ്പിംഗ് സംവിധാനം ഒഴിവാക്കി ഷെൻഗൻ മേഖലയിൽ ഉൾപ്പെടുന്ന 29 രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ യാത്രികർ പാസ്പോർട്ട് സ്കാൻ ചെയ്യുകയും വിരലടയാളവും ഫോട്ടോയും നൽകുകയും വേണം. എന്നാൽ അയർലൻഡും സൈപ്രസും ഇതിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടില്ല. ഒക്ടോബർ 12 മുതൽ ഓരോ രാജ്യത്തിലും രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. ഇതിനായി കുറഞ്ഞത് ഒരു ബോർഡർ പോയിന്റ് വഴിയോ ഓട്ടോമേറ്റഡ് കിയോസ്കുകളിലൂടെയോ അതിർത്തി ഉദ്യോഗസ്ഥരുടെ സഹായത്തിലൂടെയോ എൻട്രി നിരീക്ഷിക്കും. രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ തുടർന്ന് മറ്റ് ഷെൻഗൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് വിരലടയാളമോ ഫോട്ടോയോ നൽകി പ്രവേശിക്കാം. പ്രത്യേകമായി മുൻകൂട്ടി ഓൺലൈൻ ഫോമുകളോ മറ്റു രേഖകളോ സമർപ്പിക്കേണ്ടതില്ല എന്ന് UK. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വിരലടയാളം എടുക്കില്ല എങ്കിലും അവരുടെ ഫോട്ടോ എടുക്കും. ഓരോരുത്തരുടെയും പരിശോധന 1 മുതൽ 2 മിനിറ്റ് മാത്രം വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. എങ്കിലും ആരംഭഘട്ടങ്ങളിൽ വിമാനത്താവളങ്ങളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. 6 മാസത്തിനുള്ളിൽ മുഴുവൻ രാജ്യങ്ങളിലും സംവിധാനം പൂർണ്ണമായും സുതാര്യമാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് ഒക്ടോബർ 8-9 തീയതികളിലാണ് കെയറിന്റെ ഇന്ത്യൻ സന്ദർശനം എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. 2 ദിവസത്തെ സന്ദർശനത്തിൽ വിഷൻ 2035 പദ്ധതിയുടെ രൂപരേഖയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. 2025 ജൂലൈയിൽ മോദി നടത്തിയ UK സന്ദർശനത്തിന്റെ തുടർച്ചയാണ് കെയർ സ്റ്റാർമറിന്റെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും വിഷൻ 2035ന്റെ രൂപരേഖയും ഉൾപ്പെടുത്തി പല മേഖലയിലെ ഇന്ത്യ UK ബന്ധം ദൃഢപ്പെടുത്തുന്നതിനുള്ള അവസരമായാണ് സന്ദർശനത്തെ ഇരു രാജ്യങ്ങളും നോക്കിക്കാണുന്നത്. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ തുടങ്ങി ജനങ്ങൾ തമ്മിലുള്ള ബന്ധമടക്കം ഉൾക്കൊള്ളുന്ന 10 വർഷത്തെ സമഗ്ര പദ്ധതിയാണ് വിഷൻ 2035. ഒക്ടോബർ 9 മുംബൈയിൽ വ്യവസായ വാണിജ്യ പ്രമുഖരുമായി മോദിയും സ്റ്റാർമറും കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ മുന്നോട്ട് വയ്ക്കുന്ന അവസരങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. കൂടാതെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 6ാം പതിപ്പിൽ പങ്കെടുക്കുകയും നയരൂപകർത്താക്കൾ, വ്യവസായ രംഗത്തെ വിദഗ്ധർ എന്നിവരുമായി സംവദിക്കുകയും ചെയ്യും. 2025 ജൂലൈ 24-നാണ് സുപ്രധാനമായ ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിൽ ഇന്ത്യയും UKയും ഒപ്പുവെച്ചത്. ഈ കരാർ പ്രകാരം ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏകദേശം 99%-നും UKയിൽ തീരുവ ഒഴിവ് ലഭിക്കുന്നു. കൂടാതെ 90% UK ഉൽപ്പന്നങ്ങൾക്കുമുള്ള തീരുവകളും നീക്കം ചെയ്യപ്പെടും.
നിലവിൽ ഏകദേശം 56 ബില്യൺ US$ വരുന്ന ഉഭയകക്ഷി വ്യാപാരം 2030 ഇരട്ടിയാക്കുക എന്നതാണ് ഈ കരാറിന്റെ ലക്ഷ്യം. യൂറോപ്യൻ രാജ്യങ്ങളും US അടക്കം അഭയാർത്ഥികളെ പുറത്താക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളും നിയമനിർമ്മാണവും നടത്തുമ്പോൾ മനുഷ്യത്വത്തിന്റെ വഴിയിലൂടെ വരുന്ന അഭയാർത്ഥികളെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച് ഇറ്റാലിയൻ സഭ. ഇറ്റാലിയൻ മെത്രാൻ സമിതിയുമായി ചേർന്ന് ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി ധാരണയിൽ സ്ഥാപിച്ച മാനുഷിക ഇടനാഴികൾ വഴി 44 അഭയാർത്ഥികൾ എത്യോപ്യയിൽ നിന്നും ഇറ്റലിയിലെത്തി. ഒക്ടോബർ 2 ഫ്യൂമിചീനോ വിമാനത്താവളത്തിലെത്തിയ അഭയാർത്ഥികളെ ഇറ്റാലിയൻ സഭയുടെ പ്രതിനിധികൾ സ്വീകരിച്ചു. ഒക്ടോബർ 5 ഞായറാഴ്ച വത്തിക്കാൻ ചത്വരത്തിൽ ലയോ 14 പാപ്പ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയോടെ സമാപിക്കുന്ന കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ജൂബിലി ആഘോഷങ്ങളിൽ ഇരുവരും പങ്കെടുക്കും. സാൻ എജിദിയോ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ഇറ്റാലിയൻ മെത്രാൻ സമിതിയുമായി ചേർന്ന് ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുമായുള്ള ധാരണ പ്രകാരമാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. അഭയാർത്ഥികളിൽ കൂടുതൽ ആളുകളും സുഡാനിൽ നിന്നുള്ളവരുമാണ്. ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിനിരയായ 17 സൊമാലിയൻ വംശജരും അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ ഇറ്റലിയിൽ എത്തിച്ചേർന്നു. 2.5 വർഷമായി നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ 12 ദശലക്ഷം ആളുകളുടെ പലായനത്തിന് 4 ദശലക്ഷത്തിലെ ആളുകളെ എത്യോപ്യ പോലുള്ള അയൽ രാജ്യങ്ങളിൽ അഭയം തേടാനും നിർബന്ധിതരാക്കുകയും ചെയ്ത സാഹചര്യം കൂടി പരിഗണിച്ചാണ് അഭയാർത്ഥികളെ സ്വീകരിച്ചത്. വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം അവിടെ നിന്നും ഇറ്റലിയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് അഭയാർത്ഥികളെ കൊണ്ടുപോയി. പ്രധാനമായും ഇറ്റാലിയൻ ഭാഷാ പഠനവും മുതിർന്നവർക്ക് ജോലിയും പ്രായപൂർത്തിയാകാത്തവർക്ക് സ്കൂൾ വിദ്യാഭ്യാസവുമാണ് മാനുഷിക ഇടനാഴികൾ വഴി ലക്ഷ്യം വയ്ക്കുന്നത്. 9000-നടുത്ത അഭയാർത്ഥികളെ ഇതിനോടകം ഈ ശൃംഖലയിലൂടെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈനിക ഉപഗ്രഹങ്ങളെ റഷ്യ നോട്ടമിട്ടതായി ഗുരുതര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് സൈനിക ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ സ്ഥിരമായി ഗുരുതര ഇടപെടലുകൾ നടത്തുന്നതായി UK സ്പേസ് കമാൻഡ് മേധാവി മേജർ ജനറൽ പോൾ ടെഡ്മാൻ. റഷ്യൻ ഉപഗ്രഹങ്ങൾ ബ്രിട്ടീഷ് ഉപഗ്രഹങ്ങളെ സ്റ്റോക്കിംഗ് ചെയ്യുകയും ഭൗമോപരിതലത്തിൽ നിന്ന് പ്രതിവാരമായി ജാമിംഗ് ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. റഷ്യയുടെ ഇടപെടലുകൾ യുക്രൈനിലെ യുദ്ധത്തിനു ശേഷം കൂടിയതായി ടെഡ്മാൻ വ്യക്തമാക്കി. ബ്രിട്ടന് സ്വന്തമായി ഏകദേശം 6 സൈനിക ഉപഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിലും അമേരിക്ക, റഷ്യ, ചൈന എന്നിവർക്ക് 100-ലധികം സൈനിക ഉപഗ്രഹങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. US, ചൈന, റഷ്യ എന്നിവർ ഇതിനകം ആന്റി സാറ്റലൈറ്റ് ആയുധങ്ങൾ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ബ്രിട്ടീഷ് പ്രതിരോധ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏകദേശം 450 ബില്യൺ പൗണ്ട് സ്പേസ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായാണ് ചെലവഴിക്കുന്നത്. എന്നാൽ ബ്രിട്ടന്റെ പ്രതിരോധ ബജറ്റിൽ വെറും 1% മാത്രമാണ് സ്പേസിനായി മാറ്റിവെച്ചിരിക്കുന്നത്. റഷ്യയും ചൈനയും അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ ബ്രിട്ടൻ ഈ രംഗത്ത് പിന്നിലാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇസ്രയേൽ ഗാസ പ്രദേശത്ത് ബോംബാക്രമണം തുടരുമ്പോഴും ഗാസയിൽ ഒരു സമാധാന കരാറിന് ഞങ്ങൾ വളരെ അടുത്താണ് എന്ന നിലപാടെടുത്ത് US പ്രസിഡന്റ്. ശനിയാഴ്ച ആക്സിയോസിനോട് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ വരും ദിവസങ്ങളിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഒരു കരാർ അന്തിമമാക്കാൻ താൻ ശ്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഈ ആഴ്ച പുറത്തിറക്കിയ 20 പോയിന്റ് പദ്ധതി ഹമാസ് കരാറിന്റെ ഒരു ഭാഗം അംഗീകരിച്ചതോടെ കരാറിലെ മറ്റു വശങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നീക്കത്തിലാണ് ട്രംപും ഇസ്രയേലും. നിർദ്ദേശം നടന്നപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ സംഭാഷണം US പ്രസിഡന്റ് വിവരിച്ചു. ബിബി, ഇത് ഞങ്ങളുടെ വിജയത്തിനുള്ള അവസരമാണ് എന്ന് താൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറഞ്ഞതായും അദ്ദേഹം അതിൽ കുഴപ്പമില്ല എന്ന് മറുപടി നൽകിയതായും ട്രംപ് ആക്സിയോസിനോട് പറഞ്ഞു. ഗാസ സിറ്റിയിലെ സൈനിക പ്രചരണം നിർത്താൻ ഇസ്രയേൽ സൈന്യത്തോട് ഉത്തരവിട്ടതായി ഇസ്രയേലി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു. എങ്കിലും വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ബോംബിംഗ് തുടരുന്നു. ഇസ്രയേൽ പ്രദേശത്ത് ഡസൻ കണക്കിന് വ്യോമാക്രമണങ്ങളും പീരങ്കി ഷെല്ലാക്രമണങ്ങളും തുടരുകയാണ് എന്ന് ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു. പുതിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 70 പലസ്തീൻകാരെങ്കിലും കൊല്ലപ്പെട്ടതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള 20 പോയിന്റ് പദ്ധതിയിലെ ചില ഘടകങ്ങൾ അംഗീകരിച്ചതായി ഹമാസ് പറഞ്ഞതിന് പിന്നാലെ ഇസ്രയേൽ ബോംബാക്രമണം നിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. ശനിയാഴ്ചത്തെ ബോംബാക്രമണങ്ങളിലും വ്യോമാക്രമണങ്ങളിലുമായി കൊല്ലപ്പെട്ടവരിൽ കുറഞ്ഞത് 45 പേർ ക്ഷാമം ബാധിച്ച ഗാസ സിറ്റിയിൽ നിന്നുള്ളവരാണ്. ഇവിടെ ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ആഴ്ചകളിൽ ആക്രമണം ശക്തമാക്കുകയും ഏകദേശം 10 ലക്ഷത്തോളം താമസക്കാർ തിങ്ങി നിറഞ്ഞ തെക്കൻ പ്രദേശത്തേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഗാസ സിറ്റിയിലെ തുഫ പ്രദേശത്തെ ഒരു വീടിന് നേരെയുണ്ടായ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ പ്രവർത്തകർ പറഞ്ഞു. ഈ ആക്രമണത്തിൽ അടുത്തുള്ള നിരവധി കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. നിരോധിത സംഘടനയായ പലസ്തീൻ ആക്ഷനെ നിരോധിച്ചതിനെതിരെ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച് ലണ്ടൻ. 500ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വർഷം ജൂലൈ മുതൽ UK സർക്കാർ ഭീകര സംഘടനയായി തരംതിരിച്ചിരിക്കുന്ന പലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ പിന്തുണച്ച് നിശബ്ദ ജാഗ്രതയിൽ പങ്കെടുത്ത പ്രകടനക്കാരെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.
ഉച്ചയ്ക്ക് പ്രതിഷേധക്കാർ പേനകളെടുത്ത് പലസ്തീൻ ആക്ഷന് പിന്തുണ നൽകുന്ന അടയാളങ്ങൾ എഴുതിയതോടെയാണ് ആദ്യ അറസ്റ്റ് നടന്നത്. സ്ക്വയറിലെ നടപ്പാതയിൽ നിശബ്ദമായി ഇരിക്കുകയായിരുന്ന ഗ്രൂപ്പിലെ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഡസൻ കണക്കിന് പോലീസുകാർ എത്തിയിരുന്നു. പ്രായഭേദമന്യേ വിരമിച്ചവർ ഉൾപ്പെടെ വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള നൂറുകണക്കിന് പ്രതിഷേധക്കാർ അറസ്റ്റ് വരിച്ചു. അടച്ചുപൂട്ടൽ സംഘർഷത്തിനിടെ വെള്ളിയാഴ്ച US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അമേരിക്കൻ നാവികസേനാ മേധാവിയെ പുറത്താക്കി. പെന്റഗൺ പുനർനിർമ്മിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ജനുവരിയിൽ നിയമിതനായ ജോൺ ഹാരിസണിനെയാണ് പുറത്താക്കിയത്. നാവികസേനയുടെ നയത്തിലും ബജറ്റിംഗ് ഓഫീസുകളിലും വരുത്തിയ വലിയ മാറ്റങ്ങളിൽ ജോൺ ഹാരിസൺ നിർണായക പങ്കുവഹിച്ചു. മാർച്ചിൽ നാവിക സെക്രട്ടറിയായി നിയമിച്ച ജോൺ ഫെലനുമായി ചേർന്ന് ആ സൈനിക ശാഖയുടെ ബജറ്റ് കൈകാര്യം ചെയ്യുന്നതിൽ സാധാരണയായി പ്രധാന പങ്കുവഹിക്കുന്ന നാവികസേന അണ്ടർ സെക്രട്ടറിയുടെ സ്വാധീനം പരിമിതപ്പെടുത്താൻ ഹാരിസൺ ശ്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പോളിറ്റിക്കോയ്ക്ക് നേതൃത്വം നൽകിയ പ്രസ്താവനയിലാണ് ഹാരിസണിന്റെ രാജി പെന്റഗൺ സ്ഥിരീകരിച്ചത്. കോടീശ്വരനായ മുൻ ജനപ്രിയ പ്രധാനമന്ത്രി ആൻഡ്രിച്ച് ബാബിഷ് ചെക്ക് റിപ്പബ്ലിക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി പ്രാഥമിക ഫലങ്ങൾ. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടിനുള്ള വിധിയെഴുത്തു കൂടിയാണ്. 2017 മുതൽ 2021 വരെ പ്രധാനമന്ത്രിയായിരുന്ന ബാബിഷിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവിനെയാണ് ഈ വിജയം സൂചിപ്പിക്കുന്നത്. ഉക്രൈനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് അദ്ദേഹം രാജ്യത്തെ പിന്തിരിപ്പിക്കുകയും റഷ്യൻ അനുകൂല പാത സ്വീകരിച്ച ഹംഗറി, സ്ലോവാക്യ എന്നിവയുമായുള്ള സഹകരണത്തിലേക്ക് ചെക്കിനെ നയിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഏകദേശം 98% പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണിയതോടെ ബാബിഷിന്റെ അനോയസ് പാർട്ടി 35% വോട്ടുകൾ നേടി. പ്രധാനമന്ത്രി പീറ്റർ ഫിയാലയുടെ പാശ്ചാത്യ അനുകൂല സഖ്യം 23% നേടി. 2021 തെരഞ്ഞെടുപ്പിൽ സഖ്യം ബാബിഷിനെ പരാജയപ്പെടുത്തിയതിനുള്ള പ്രതികാരം കൂടിയാണിത്. എന്നാൽ അനോ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. 2 ദിവസത്തെ തിരഞ്ഞെടുപ്പ് ചെക്ക് പാർലമെന്റിന്റെ താഴത്തെ സഭയിലെ 200 സീറ്റുകളിലും വിധിയെഴുതി. ജാപ്പനീസ് ചരിത്രം തിരുത്തിക്കുറിക്കാൻ ഒരുങ്ങി സനെ തകായിച്ചി. ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എത്താൻ പോകുന്നത്. ജപ്പാനിലെ ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സനെയെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തതോടെയാണ് ജപ്പാന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഒരു സ്ത്രീ ആദ്യമായി എത്തുന്നത്. 64-കാരിയായ സനെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജൂനിച്ചിറോ കൊയ്സുമിയുടെ മകനും മതവാദിയുമായ ഷിൻജിറോ കൊയ്സുമിയെ പരാജയപ്പെടുത്തിയാണ് NDPയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. ലിയോ 14 പാപ്പയുടെ പ്രഥമ അപ്പോസ്തോലിക പ്രബോധനം ദിലേക്സി തേ അഥവാ ഞാൻ നിന്നെ സ്നേഹിച്ചു ഒക്ടോബർ 9 പ്രകാശനം ചെയ്യും. തന്റെ പ്രഥമ അപ്പസ്തോലിക പ്രബോധനം ഒപ്പുവെച്ചുകൊണ്ടുള്ള ലിയോ 14 പാപ്പയുടെ ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനം കൂടിയായ ഇന്ന് അപ്പസ്തോലിക ഭവനത്തിലെ സ്വകാര്യ ഗ്രന്ഥശാലയിൽ വെച്ചായിരുന്നു ഒപ്പിടൽ. വത്തിക്കാൻ സംസ്ഥാന കാര്യാലയത്തിൽ പൊതുകാര്യ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പെഞ്ഞാപ്പരയുടെ സാന്നിധ്യത്തിലായിരുന്നു ഒപ്പിട്ടത്. ഒക്ടോബർ 9 വ്യാഴാഴ്ച വത്തിക്കാന്റെ വാർത്താ കാര്യാലയത്തിൽ വെച്ചാണ് പ്രകാശനം ചെയ്യുക. ലോകത്തിലെ ദരിദ്രരുടെ ആവശ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രബോധനമായിരിക്കും ഇതെന്ന് വത്തിക്കാൻ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. മെയ് 8 ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലയോ പാപ്പയുടെ ആദ്യ അപ്പോസ്തലിക പ്രബോധനം എന്ന ശ്രദ്ധേയമായ വിശേഷണവും ദിലേക്സി തേക്കുണ്ട്. റാംസ്കേർ ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ വെച്ച് നവംബർ മാസം 28 വരെ താമസിച്ചുള്ള ആന്തരിക സൗഖ്യ ധ്യാനം സംഘടിപ്പിക്കുന്നു. വിൻസെൻഷ്യൽ ഡിവൈൻ റിട്രീറ്റ് സെന്ററുകളുടെ ഡയറക്ടറും അഭിഷിക്ത വചന പ്രഘോഷകനായ ജോർജ് പനക്കലച്ചനും റാംസ്കേർ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ജോസഫ് എഡാട്ടച്ചനും ധ്യാന ശുശ്രൂഷകനായ പള്ളിച്ചൻ കുടിയിൽ പോളച്ചനും സംയുക്തമായിട്ടാകും ഈ ത്രിദിന ആന്തരിക സൗഖ്യ ധ്യാനം നയിക്കുക. 2025 നവംബർ മാസം നടത്തപ്പെടുന്ന ആന്തരിക സൗഖ്യ ധ്യാനം 28 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ 30 ഞായറാഴ്ച വൈകുന്നേരം 4 മണി വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അറിഞ്ഞും അറിയാതെയും ആന്തരികമായിട്ടുണ്ടായിട്ടുള്ള വേദനകളും മുറിവുകളും ആകുലതകളും ചിന്താധാരയിലേക്ക് ഉണർത്തുവാനും മനസ്സിനെ ഒരുക്കി ഉള്ളം തുറന്ന് പ്രാർത്ഥിക്കുവാനും വിടുതലിന്റെ നാഥനിലൂടെ സൗഖ്യപ്പെടുവാനും അനുഗ്രഹദായകമായ ശുശ്രൂഷകളാണ് ആന്തരിക സൗഖ്യദാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ധ്യാനത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പേരുകൾ രജിസ്റ്റർ ചെയ്ത് സീറ്റുകൾ ഉറപ്പാക്കാൻ അഭ്യർത്ഥിക്കുന്നു. മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന തിന്മകളുടെ ജീർണതയിൽ നിന്നും വിശുദ്ധമാക്കപ്പെടുന്നതിനും വേദനാജനകമായ അനുഭവങ്ങളെ ദൈവസമക്ഷം സമർപ്പിച്ച് അനുഗ്രഹാവസരം ഒരുക്കുന്ന ധ്യാന ശുശ്രൂഷയിലേക്ക് ഏവരെയും ഫാദർ ജോസഫ് എഡാട്ട്, ഫാദർ പോൾ പള്ളിച്ചൻ കുടിയിൽ എന്നിവർ സസ്നേഹം ക്ഷണിക്കുകയാണ്. രജിസ്ട്രേഷനായി divine.uk.org ഓർ റെസിഡന്റിൽ റിട്രീറ്റ് എന്ന സൈറ്റ് സന്ദർശിക്കുക. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.59 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.73 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.18 ഇന്ത്യൻ രൂപ.
ഒരു പൗണ്ട് 1.35 US$, ഒരു കനേഡിയൻ ഡോളർ 63.58 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ഡാലസിൽ ഇന്ത്യൻ വിദ്യാർത്ഥി വെടിയേറ്റു മരിച്ചു. ഹൈദരാബാദ് സ്വദേശിയായ 27-കാരൻ ചന്ദ്രശേഖർ പൊലെയാണ് കൊല്ലപ്പെട്ടത്. ഡെന്റൽ സർജറിയിൽ ഉന്നത പഠനത്തിനായി US-ലെത്തിയ ചന്ദ്രശേഖർ ഡല്ലാസിലെ ഗ്യാസ് സ്റ്റേഷനിൽ പാർട്ട് ടൈമായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് തോക്കുധാരിയായ ഒരാൾ ഗ്യാസ് സ്റ്റേഷനിലെത്തി വെടിയുതിർത്തത്. 2023 ചന്ദ്രശേഖർ ഹൈദരാബാദിൽ നിന്നും ഡെന്റൽ സർജറിയിൽ ബിരുദം പൂർത്തിയാക്കി അമേരിക്കയിലേക്ക് ഉന്നത പഠനത്തിനായി എത്തിയത്. 6 മാസം മുൻപ് ഉന്നത പഠനം പൂർത്തിയായെങ്കിലും US-ൽ തന്നെ സ്ഥിരം ജോലിക്കായി ശ്രമിക്കുകയായിരുന്നു. ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നതിൽ നിയമ ഭേദഗതിയുമായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. UPI വഴിയാണ് പണമടയ്ക്കുന്നതെങ്കിൽ ടോൾ നിരക്കിൽ 1.25% അടച്ചാൽ മതിയാകുമെന്നാണ് ഭേദഗതി. പണമായിട്ടാണെങ്കിൽ ടോൾ ഫീയുടെ ഇരട്ടി നൽകുന്നത് തുടരും. നേരത്തെ പണമായി ടോൾ നൽകുന്നവരും UPI ഇടപാടുകാരും ഇരട്ടി തുക നൽകേണ്ടിയിരുന്നു. നവംബർ 15 പുതിയ ഭേദഗതി പ്രാബല്യത്തിൽ വരും. നാഷണൽ ഹൈവേസ് ഫീ റൂൾസിലാണ് ഭേദഗതി വരുത്തിയത്. ഉദാഹരണമായി 100 രൂപയാണ് ടോൾ ഫീ എങ്കിൽ പണമായിട്ടാണ് തുക നൽകിയതെങ്കിൽ 200 രൂപ നൽകേണ്ടതായി വരും. എന്നാൽ UPI ഇടപാടാണെങ്കിൽ 125 രൂപ അടച്ചാൽ മതിയാകും. ഫോട്ടോ പകർത്തിയ ശേഷം രോഗിക്ക് നൽകിയ ബിസ്ക്കറ്റ് തിരികെ വാങ്ങുന്ന BJP നേതാവിന്റെ വീഡിയോ ചർച്ചയാകുന്നു. രാജസ്ഥാനിലെ ജയ്പൂരിലെ RUHS ആശുപത്രിയിലാണ് സംഭവം. BJP സംഘടിപ്പിച്ച സന്നദ്ധ സേവന ക്യാമ്പയിനായ BJP സേവാ പഖ്വാഡയുടെ ഭാഗമായിട്ടാണ് നേതാക്കൾ ആശുപത്രിയിലെത്തിയത്. രോഗികൾക്ക് പഴങ്ങളും ബിസ്ക്കറ്റും അടക്കം എത്തിച്ചു കൊടുക്കുകയായിരുന്നു ക്യാമ്പയിന്റെ ലക്ഷ്യം. എന്നാൽ സന്നദ്ധ പ്രവർത്തനമോ പരിചരണമോ നടത്തുന്നതിന് പകരം നേതാക്കളെല്ലാം ഫോട്ടോ എടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇതിനിടെ BJPയുടെ വനിതാ നേതാവ് രോഗിയായ യുവതിക്ക് 10 രൂപ വില വരുന്ന ബിസ്ക്കറ്റ് നൽകുകയും ഫോട്ടോ എടുത്തതിന് പിന്നാലെ തിരിച്ചു വാങ്ങുന്നതുമാണ് പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നേതാവിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഭരത് മോഹൻലാലിന് ആദരമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടിയിലാണ് മലയാളത്തിന്റെ മഹാനടനെ കേരളം ആദരമർപ്പിച്ചത്. മോഹൻലാലിനെ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഡൽഹിയിൽ വെച്ച് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ നിമിഷത്തെക്കാൾ ഏറെ വൈകാരികമായാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്ന് ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോഹൻലാൽ പറഞ്ഞു. മോഹൻലാൽ മലയാളത്തിന്റെ ഇതിഹാസ താരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ സുവർണ നേട്ടമാണിത്. ശതാബ്ദിയോടടുക്കുന്ന മലയാള സിനിമയിൽ അരനൂറ്റാണ്ടായി മോഹൻലാൽ ഉണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അയൽപ്പക്കത്തെ ഒരാളായി മോഹൻലാലിനെ മലയാളികൾ കാണുന്നു. സ്ക്രീനിലും പുറത്തും ആ ആദരവ് മോഹൻലാലിന് നൽകുന്നു. വഴക്കമേറിയ ശരീരമാണ് മോഹൻലാലിന്റേതെന്നും അസാമാന്യമേ വഴക്കമുള്ള ആളാണ് മോഹൻലാൽ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സിനിമയിലെ പിതാവായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സമർപ്പിത ജീവിതം തന്റെ മനസ്സിലൂടെ കടന്നുപോയെന്ന് മോഹൻലാൽ പറഞ്ഞു. എനിക്ക് അനായാസമാണ് അഭിനയം എന്ന് പലരും പറയുന്നു. എനിക്ക് അഭിനയം അനായാസമല്ല. ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് മാത്രമേ ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറാൻ കഴിയൂ എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ കോൾട്രിഫ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവെപ്പിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. കോൾട്രിഫ് സിറപ്പിന്റെ SR13 ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയെന്ന് കേരളത്തിന് പുറത്തുനിന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി. ഈ ബാച്ച് മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയത്. എങ്കിലും സുരക്ഷയെ കരുതിയാണ് കോൾട്രിഫ് മരുന്നിന്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായും നിർത്തിവെക്കാൻ ഡ്രഗ്സ് കൺട്രോളർ ഡ്രഗ്സ് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയാണ് ഈ മരുന്നിന്റെ വിൽപ്പന നടത്തുന്നത്. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വിതരണവും വിൽപ്പനയും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയുള്ള കോൾട്രിഫ് സിറപ്പിന്റെ വിൽപ്പനയും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വർക്കലയിൽ വിദേശ പൗരന് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിന് നൽകിയ വിവരങ്ങൾ തെറ്റെന്ന് വ്യക്തമായി. ഗ്രീസ് സ്വദേശിയാണെന്നും പേര് റോബർട്ട് ആണെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇരുചക്ര വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ഇസ്രയേൽ സ്വദേശിയാണ് എന്ന് കണ്ടെത്തി. പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. ബീച്ചിൽ കുളിക്കാനിറങ്ങിയ ഇയാളെ വാട്ടർ സ്പോർട്സ് നടത്തുന്ന തൊഴിലാളികൾ മർദ്ദിച്ചു എന്നായിരുന്നു പരാതി. കഴിഞ്ഞ ദിവസം ഇയാളുടെ ഫോൺ ബീച്ചിൽ നഷ്ടമായിരുന്നു. ഫോൺ അന്വേഷിച്ച് ബീച്ചിലെത്തിയ ഇയാൾ കടലിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു.
എന്നാൽ ഈ സമയം വാട്ടർ സ്പോർട്സ് നടത്തിപ്പുകാരായ തൊഴിലാളികൾ വിദേശിയെ കടലിൽ ഇറങ്ങാൻ അനുവദിച്ചില്ല. പിന്നാലെ വാക്കേറ്റമുണ്ടായി എന്നാണ് പരാതി. നിലത്തിട്ട് വലിച്ചിഴച്ച ശേഷം ഇവർ ഇയാളെ പാപനാശം പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് വീണ്ടും ഇയാളെ തൊഴിലാളികൾ മർദ്ദിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. നാട്ടുകാർ ഇടപെട്ടതോടെയാണ് പ്രശ്നം അവസാനിപ്പിച്ചത്. പിന്നീട് നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തുകയും വിനോദസഞ്ചാരിയെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തിൽ ഇതുവരെ വർക്കല പോലീസ് കേസെടുത്തിട്ടില്ല. വിയ്യാറയലിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് റയൽ മാഡ്രിഡ് ലാ ലിഗ തലപ്പത്ത്. വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോൾ നേടിയപ്പോൾ കീലിയൻ എംബാപ്പയും ഗോൾ കണ്ടെത്തി. 47, 69 എന്നീ മിനിറ്റുകളിലായിരുന്നു വിനീഷ്യസിന്റെ ഗോൾ. 81-ാം മിനിറ്റിൽ നേടിയ പെനാൽറ്റി ഗോളാക്കി മാറ്റി എംബാപ്പെ ലീഡ് നിലനിർത്തി. നിലവിൽ 8 മത്സരങ്ങളിൽ നിന്ന് 7 ജയവും 1 തോൽവിയുമായി 21 പോയിന്റാണ് റയലിനുള്ളത്. 7 മത്സരങ്ങളിൽ നിന്ന് 6 ജയവും 1 സമനിലയുമുള്ള ബാഴ്സലോണ 19 പോയിന്റാണ് നേടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടുത്ത ആഴ്ച മുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അടിമുടി മാറും. UK പൗരന്മാർക്കും മറ്റു യൂറോപ്യൻ യൂണിയന് പുറത്തു നിന്നുള്ള യാത്രികർക്കും പുതിയ എൻട്രി ഓർ എക്സിറ്റ് സിസ്റ്റം നിയമങ്ങൾ ബാധകമാകും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക്. ഒക്ടോബർ 8, 9 തീയതികളിലാണ് കെയറിന്റെ ഇന്ത്യ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. അഭയാർത്ഥികളെ 2 കൈയും നീട്ടി സ്വീകരിച്ച് ഇറ്റാലിയൻ സഭ. ഇറ്റാലിയൻ മെത്രാൻ സമിതിയുമായി ചേർന്ന് ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി ധാരണയിൽ സ്ഥാപിച്ച മാനുഷിക ഇടനാഴികൾ വഴി എത്യോപ്യയിൽ നിന്നും ഇറ്റലിയിലെത്തിയത് 44 അഭയാർത്ഥികൾ. ബ്രിട്ടീഷ് സൈനിക ഉപഗ്രഹങ്ങളെ റഷ്യ നോട്ടമിട്ടതായി ഗുരുതര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. ബ്രിട്ടീഷ് സൈനിക ഉപഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യ സ്ഥിരമായി ഗുരുതര ഇടപെടലുകൾ നടത്തുന്നതായി UK സ്പേസ് കമാൻഡ് മേധാവി മേജർ ജനറൽ പോൾ ടെഡ്മാൻ. ഇസ്രയേൽ ഗാസ പ്രദേശത്ത് ബോംബാക്രമണം തുടരുമ്പോഴും ഗാസയിൽ ഒരു സമാധാന കരാറിന് ഞങ്ങൾ വളരെ അടുത്താണ് എന്ന നിലപാടിൽ ഉറച്ച് ട്രംപ്. ഗാസ സിറ്റിയിലെ സൈനിക പ്രചരണം നിർത്താൻ ഇസ്രയേൽ സൈന്യത്തോട് ഉത്തരവിട്ടതായി ഇസ്രയേലി ആർമി റേഡിയോ. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ബോംബിംഗ് തുടരുന്നു. പലസ്തീൻ ആക്ഷനെ നിരോധിച്ചതിനെതിരെ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ച ലണ്ടൻ. 500ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടച്ചുപൂട്ടൽ സംഘർഷത്തിനിടെ വെള്ളിയാഴ്ച US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് മേധാവിയെ പുറത്താക്കി അമേരിക്കൻ നാവികസേന. യൂറോപ്യൻ രാജ്യങ്ങളിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടിനുള്ള വിധിയെഴുത്തു കൂടിയായി കോടീശ്വരനായ മുൻ ജനപ്രിയ പ്രധാനമന്ത്രി ആൻഡ്രജ് ബാബിഷ് ചെക്ക് റിപ്പബ്ലിക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി പ്രാഥമിക ഫലങ്ങൾ. ജാപ്പനീസ് ചരിത്രം തിരുത്തിക്കുറിക്കാനൊരുങ്ങി സനെ തകായിച്ചി. ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ എത്തുന്നത്. ഫോട്ടോ പകർത്തിയ ശേഷം രോഗിക്ക് നൽകിയ ബിസ്ക്കറ്റ് തിരികെ വാങ്ങുന്ന BJP നേതാവിന്റെ വീഡിയോ ചർച്ചയാകുന്നു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഭരത് മോഹൻലാലിന് ആദരമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടി മലയാളികൾക്ക് അഭിമാന മുഹൂർത്തമായി. കേരളത്തിൽ കോൾട്രിഫ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവെപ്പിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.